ചില സമയത്ത് മലയാളികളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ചില സമയത്ത് നമ്മുടെയൊക്കെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അടുത്ത കണട്ടിലിടാനും തോന്നും. എന്ന് വെച്ചാൽ ഇത്ര വൃത്തിയായിട്ടവർ വേറെ ഉണ്ടെന്ന് ചിന്തിക്കേണ്ടി വരും. ആ വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാമ്പിൽ കഴിയുന്നവർ ശരിക്കും 90% മരിച്ച് ജീവിക്കുന്നവരാണ്. എന്താ കാരണം വെച്ചാൽ അവർക്ക് വേണ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു. ഒരു ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ ഒരാളൊക്കെയാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്, ഒരു ഫാമിലി മുഴുവൻ പോയവരുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെങ്ങനെയാണ്, അപ്പോൾ നമുക്ക് പറയാനും നമുക്ക് കാണാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഒരു അവസ്ഥയിലൂടെ ശരിക്കും കടന്നു പോയവർക്കേ മനസ്സിലാവും അവരെന്താ അനുഭവിച്ചത്, അവരെന്താ അറിഞ്ഞത് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന കൂട്ടത്തിൽ പഴകിയ വസ്ത്രങ്ങൾ എത്രയോ ടണ്ണോളം കയറ്റി വിട്ടേക്കുന്നു. അതെന്താ, അവിടെ കഴിയുന്നവർ നിങ്ങൾ അങ്ങനെയൊക്കെയാണ്, ഇത് ആരാ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്? ഈ പഴകിയ വസ്ത്രങ്ങൾ കയറ്റി വിട്ട് ഇപ്പം അതും കൂടി അവിടെ സംസ്കരിക്കേണ്ട അവസ്ഥ വന്ന് അവിടെ നിൽക്കുന്നവർക്ക്. എന്തൊരു കഷ്ടമാണ്. ദൈവത്തിലെ വിശ്വാസം ഉണ്ടോ ഇല്ലെന്നല്ല, പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ കേട്ടോ. ദൈവം അതേ നമുക്ക് തരത്തുള്ളൂ. ഇതൊക്കെ ചെയ്യുന്നവർ അതുകൂടി ആലോചിച്ചാൽ കൊള്ളാം.